നമസ്കാരം. ഇറാൻ അമേരിക്ക യുദ്ധം ഒഴിവാക്കാനാകില്ല. ട്രംപിനെ ഇറാൻ തടവിലാക്കും. ഇറാനും അമേരിക്കയുമായി സംഘർഷം നിലനിൽക്കെ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള ഖമേനിയെ അമേരിക്ക ലക്ഷ്യം വെച്ചാൽ യുദ്ധത്തിൽ അവസാനിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് അവസാനം ഇറാൻ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖമേനിയെ കൊലപ്പെടുത്താൻ പദ്ധതിയിടുന്നുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങൾക്കിടെയാണ് ഇറാൻ പ്രസിഡന്റിന്റെ ഈ മുന്നറിയിപ്പ് എന്നുള്ളതാണ്. ഖമേനിക്കെതിരെയുള്ള ഏതൊരു ആക്രമണവും യുദ്ധപ്രഖ്യാപനമായിരിക്കുമെന്ന് തന്നെയാണ് മസൂദ് പെസഷ്കിയാൻ എക്സിൽ കുറിച്ചു വച്ചിരിക്കുന്നത്. ഇറാനിലെ ഇപ്പോഴത്തെ ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് കാരണം അമേരിക്കയാണ് എന്നും പെസഷ്കിയാൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇറാനിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പരിമിതികളും ഉണ്ടെങ്കിൽ അതിനുള്ള പ്രധാന കാരണങ്ങൾ ഒന്ന് എന്ന് പറയപ്പെടുന്ന അമേരിക്കൻ സർക്കാരും സഖ്യകക്ഷികളും നടത്തുന്ന ഉപരോധങ്ങളാണ് എന്ന് പെസഷ്കിയാൻ തറപ്പിച്ചു പറയുകയാണ്. വിലക്കയറ്റത്തിനെതിരെ സമാധാനപൂർവ്വം നടന്നിരുന്ന പ്രക്ഷോഭത്തെ ട്രംപ് ആളിക്കത്തിച്ചു എന്നാണ് ഇറാന്റെ ആരോപണം എന്ന് പറയുന്നത്. അതേസമയം തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇറാനെ ഭൂമിയിൽ തുടച്ചു നീക്കുവാൻ നിർദ്ദേശം നൽകിയതായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. ന്യൂസ് നേഷൻ ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള വലിയ പരാമർശം ഉണ്ടായിരിക്കുന്നത്. തനിക്കെതിരെ നടന്ന വധശ്രമം അത് പരാമർശിച്ചുകൊണ്ടായിരുന്നു ട്രംപിന്റെ ഭീഷണി എന്ന് പറയപ്പെടുന്നത്. ഇറാൻ തനിക്കെതിരെയുള്ള വധശ്രമത്തിൽ ഉൾപ്പെട്ടുവെന്ന് കണ്ടെത്തിയാൽ ആ രാജ്യത്തെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുവാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നാണ് ട്രംപ് പറയുന്നത്. അങ്ങനെ പരസ്പരമുള്ള യുദ്ധം എന്ന് പറയപ്പെടുന്ന ആരംഭിക്കുന്നു. മാത്രമല്ല, ഈ വാക്പോരുകൾക്കപ്പുറം യഥാർത്ഥ യുദ്ധത്തിലേക്ക് എത്തപ്പെടുന്നു. ഇറാന്റെ ആണവശേഷി അമേരിക്ക തിരിച്ചറിയാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനകൾ വരുന്നു. മാത്രമല്ല, ട്രംപിനെ അടക്കം തടവിലാക്കുവാനോ തടങ്കൽ വയ്ക്കുവാനോ ഉള്ള നിർദ്ദേശങ്ങളടക്കം ഇപ്പോൾ വധശ്രമം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ ഭാഗമുണ്ട് എങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ തന്നെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുക എന്നുള്ള നിർദ്ദേശം ട്രംപ് നൽകി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ചടി ഉറപ്പാണ്. അത് അമേരിക്കയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണത്തിന്റെ ഒരു സാധ്യത ഉണ്ടായാൽ തന്നെ യുദ്ധം അപ്പോൾ പൊട്ടിപ്പുറപ്പെടുമെന്നാണ് ഇറാൻ നൽകുന്ന നിർദ്ദേശം അല്ലെങ്കിൽ സന്ദേശം എന്ന് പറയുന്നത്. ആ മുന്നറിയിപ്പ് ലംഘിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടുകയാണ് ട്രംപ് ചെയ്യുന്നതെങ്കിൽ അടുത്ത നിമിഷം നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു നിമിഷങ്ങൾക്കകം തന്നെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതാണ്. ട്രംപ് എന്ന് പറയപ്പെടുന്ന തടവിൽ ആക്കപ്പെടുകയോ ആകുകയോ അല്ലെങ്കിൽ വധിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ള ഭീഷണി വരെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്കറിയാം, പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ളവർ ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇറാനിൽ രാഷ്ട്രീയ പ്രക്ഷോഭം നടക്കുകയാണ്. റിയാലിന്റെ തകർച്ചയും നാണ്യപ്പെരുപ്പവും മൂലമാണ് ഇറാനിൽ പ്രതിഷേധം ആരംഭിച്ചത് തന്നെ. പ്രതിഷേധം തണുപ്പിക്കാനായിട്ട് രാജ്യത്ത് ഇന്റർനെറ്റ്, ടെലിഫോൺ ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെയും നിലവിലെയും സ്ഥിതി. അതേസമയം പ്രതിഷേധക്കാർക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് അമേരിക്ക ഒരു ഭാഗത്ത് വന്ന് നിന്നതാണ് ഇത്രയും പ്രതിഷേധങ്ങൾക്കും ഈ പ്രതിഷേധങ്ങൾ ഇത്രത്തോളം ആളിക്കത്താനും ഇടയായത് എന്ന് തന്നെയാണ് ഇറാൻ ഭരണകൂടം പറയുന്നത്. അപ്പോൾ ഭരണകൂടത്തിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിന് നേരെ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് ഇറാൻ. പ്രതിഷേധക്കാർക്ക് 72 മണിക്കൂറിനുള്ളിൽ കീഴടങ്ങണമെന്നുള്ള ഇറാന്റെ അന്ത്യശാസനം വന്നിരിക്കുന്നു. ഇറാന്റെ ദേശീയ പോലീസ് മേധാവിയായിട്ടുള്ള അഹമ്മദ് റസ റദാനാണ് ഇത്തരത്തിലുള്ള ഒരു അന്ത്യശാസനം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞ സമയത്തിനുള്ളിൽ കീഴടങ്ങിയില്ല എങ്കിൽ കഠിനമായിട്ടുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് തന്നെയുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ നൽകിയിട്ടുള്ളത്. കീഴടങ്ങാൻ തയ്യാറാകാത്തവർ അവർ നിയമത്തിന്റെ പൂർണ്ണ ശക്തിയെ നേരിടണമെന്നും ദേശീയ പോലീസ് മേധാവി പറയുകയാണ്. സമീപകാലത്തൊന്നും നേരിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇറാൻ സാക്ഷിയാകുന്നത് എന്നുള്ളതാണ്. ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിച്ച് 11 ദിവസങ്ങൾ പിന്നിടുമ്പോഴും പ്രക്ഷോഭത്തിന് യാതൊരു തരത്തിലുള്ള അയവും വരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെ ചെറിയ അയവ് വന്നു എന്നൊക്കെ തോന്നിയിരുന്നെങ്കിലും വീണ്ടും ആ പ്രക്ഷോഭം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത്. അതിനാൽ ഇറാനിലെ പ്രതിഷേധത്തിന്റെ വ്യാപ്തി എത്രയെന്ന കാര്യത്തിൽ കൃത്യമായ വിവരം ഇതുവരെയും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ ഇന്റർനെറ്റ് സേവനങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അധികാരികളുടെ ഭാഗത്ത് നിന്നും പ്രതിഷേധത്തിന് നേരെ ഉണ്ടായിട്ടുള്ള അടിച്ചമർത്തൽ ഭീകരമായിരുന്നു എന്ന് മനുഷ്യാവകാശ സംഘടനകൾ അടക്കം പറയുന്നുണ്ട്. വിവിധ സംഭവങ്ങളിലായിട്ട് കുറഞ്ഞത് ഏകദേശം ഒരു 5000 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് മനുഷ്യാവകാശ സംഘടനകളുടെ വാദം എന്ന് പറയുന്നത്. അതേസമയം പ്രതിഷേധത്തിൽ പങ്കെടുത്തവരെ എല്ലാം കുറ്റക്കാരായി കാണാൻ തയ്യാറല്ലെന്ന സന്ദേശവും ഇറാൻ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തെറ്റിദ്ധരിക്കപ്പെട്ട് ചിലർ പ്രതിഷേധത്തിന്റെ ഭാഗമായി എന്നാണ് അധികാരികളുടെ നിഗമനം. തെറ്റിദ്ധരിക്കപ്പെട്ട് പ്രതിഷേധങ്ങളുടെ ഭാഗമായവരെയും അക്രമം സംഘടിപ്പിച്ചതായി ആരോപിക്കപ്പെടുന്നവരെയും ഒരുപോലെയല്ല കാണുന്നത് എന്ന് തന്നെയാണ് ദേശീയ പോലീസ് മേധാവികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. അപ്പോൾ കലാപത്തിൽ അറിയാതെ ഉൾപ്പെട്ട യുവാക്കളെ ശത്രുക്കളായിട്ടല്ല, പകരം വഞ്ചിക്കപ്പെട്ട വ്യക്തികളായിട്ടാണ് കണക്കാക്കുന്നതെന്ന് ഇറാൻ തന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. സർക്കാർ തന്നെ അത്തരത്തിൽ പറഞ്ഞു കഴിഞ്ഞു. സമയപരിധിക്കുള്ളിൽ കീഴടങ്ങിയാൽ ഇത്തരക്കാരോട് ദയ കാണിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് മേധാവിയായിട്ടുള്ള അഹമ്മദ് റസ റാദാൻ പറഞ്ഞിരിക്കുന്നത്. അതേസമയം കലാപങ്ങൾക്ക് ഉത്തരവാദികളായവർക്ക് കർശനമായിട്ട് ശിക്ഷ നൽകുമെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഉൾപ്പെട്ട ഒരു പ്രസ്താവനയിൽ ഇപ്പോൾ അത് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രതിഷേധക്കാർക്കെതിരെ വധശിക്ഷ നടപ്പാക്കുവാനുള്ള നീക്കം
ഇറാൻ വീണ്ടും ആരംഭിച്ചതായിട്ടുള്ള സംശയം ജനിക്കുകയാണ്. വധശിക്ഷകൾ ഭരണകൂടത്തിന്റെ ഭീഷണിയുടെ ഉപകരണമായിട്ട് ഇറാൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഐക്യരാഷ്ട്രസഭ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം ഇറാൻ ഏകദേശം 1500 പേരെ ഇത്തരത്തിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയതായിട്ട് UN അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കണക്കുകളിൽ ചൈനയ്ക്ക് പിന്നിൽ 2ാം സ്ഥാനത്താണ് ഇറാൻ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനിടെ അധികാരികൾ രാജ്യദ്രോഹികളുടെ നട്ടലൊടിക്കണമെന്ന നിർദ്ദേശമായിട്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് ട്രംപും അമേരിക്കയും നൽകുന്ന ഈ ഒരു പിന്തുണ, പ്രക്ഷോഭക്കാർക്ക് നൽകുന്ന പിന്തുണ, അത് ലഭിക്കുന്നിടത്തോളം കാലം ഈ പ്രക്ഷോഭം തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ള ഒരു സൂചനയാണ് ഇറാൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ജനങ്ങളെ രണ്ടായിട്ട് ഭിന്നിപ്പിക്കുവാനുള്ള ഈ ട്രംപിന്റെ ശ്രമത്തിനെ വളരെ കൃത്യമായി അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രക്ഷോഭകാരെ അടിച്ചമർത്തുവാനുള്ള ഒരു ശ്രമം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അവരുടെ ഒരു ന്യായീകരണം എന്ന് പറയും. എന്ത് കാരണത്താലും ഇറാന്റെ ഇത്തരത്തിലുള്ള ന്യായീകരണത്തെ നമുക്ക് പിന്താങ്ങാൻ കഴിയില്ല. കാരണം ജനങ്ങളെ വധശിക്ഷയിലേക്ക് കൊണ്ടുപോകുന്നത് ഒരിക്കലും ഒരു ആശാസ്യമായ കാര്യവുമല്ല. എന്തായാലും പക്ഷെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇറാനെ തകർക്കുവാനുള്ള ശ്രമം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ആയത്തുള്ള ഖമേനിക്കെതിരെ ഏതെങ്കിലും ഒരു ആയുധം പ്രയോഗിക്കുവാൻ അമേരിക്ക തയ്യാറാകുന്ന അടുത്ത നിമിഷം അമേരിക്കയെ തകർത്തിരിക്കും, ട്രംപിനെ വളഞ്ഞിട്ട് ആക്രമിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, ട്രംപിനെ വധിക്കുന്നതിൽ കുറഞ്ഞതൊന്നും ഇറാൻ ചിന്തിക്കുന്നുമില്ല. അത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങളിലേക്ക്, വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് തന്നെയാണ് ഇറാൻ അമേരിക്ക യുദ്ധം ആരംഭിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇറാൻ അമേരിക്ക യുദ്ധം എന്ന് പറയപ്പെടുന്നത് വിദൂരമല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു സാധ്യത ഈ യുദ്ധത്തിനുണ്ട്. ഇതൊക്കെ ഇതിന്റെ സാഹചര്യങ്ങളായി നിലനിൽക്കുകയാണ്. അപ്പോൾ രണ്ട് ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആയത്തുള്ള ഖമേനിയെ വധിക്കുമെന്നുള്ള ഒരു പ്രസ്താവന ഒരു ഭാഗത്തു നിന്നുണ്ടാകുന്നു, ഇറാൻ ട്രംപിനെ വധിക്കുമെന്നുള്ള ഒരു പ്രസ്താവന ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അല്ലെങ്കിൽ വാക്പോരുകൾക്കപ്പുറമാണ് ഇനി വരാൻ പോകുന്ന യുദ്ധം എന്ന് പറയപ്പെടുന്നത്. അത് നിമിഷങ്ങൾ, ചിലപ്പോൾ ഏത് മിനിറ്റിൽ വേണോ ആരംഭിക്കുവാൻ പറ്റുന്ന തരത്തിലേക്ക് ഇറാൻ അമേരിക്ക യുദ്ധം പൊട്ടിപ്പുറപ്പെടും.